ഹായ് ഹലോ ഇന്നത്തെ പരിപാടി ഒരു സ്പെഷ്യൽ പരിപാടിയാണ്. അതായത് ഒരു ജേർണലിങ്ങും അതിന് വേണ്ടിയിട്ടുള്ള ജേർണൽ സപ്ലൈസും ഒരു 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റിയാലോ. അപ്പോൾ ആദ്യം ഞാൻ ചൂസ് ചെയ്തേക്കുന്ന കളറ് ബ്ലാക്ക് ആണ്. ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു പേപ്പർ എടുത്ത് പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജേർണലിൻ്റെ പേപ്പറിൻ്റെ സൈസ് നോക്കിയിട്ട് മാത്രം ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ പാറ്റേൺ പേപ്പറിൽ ഗ്രിഡ് ലൈൻസ് വരച്ചിട്ടുണ്ട്, പിന്നെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പറിൽ പിക്ചർ ഒന്നും ഉള്ള പാർട്ടല്ല, റൈറ്റിങ്സ് ഉള്ള പാർട്ട് എടുക്കാൻ നോക്കുക. പിന്നെ വാഷി ടേപ്പിൽ ബ്ലാക്ക് കളറിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് എടുത്തിട്ട് ഡയഗണൽ ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് സെറ്റായി. ഇനി ഒരു മെയിൻ കാര്യമുണ്ട്, നമ്മുടെ സ്റ്റിക്കറും കോഡ് സ്റ്റിക്കറും ഒക്കെ ഇല്ലേ. അപ്പോൾ സ്റ്റിക്കറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലീഫ് പോലുള്ള പാറ്റേൺസ് ആണ് വരച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ കോഡ് സ്റ്റിക്കറും വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റിക്കർ എങ്ങനെയാണ് കുറച്ച് വൈറ്റ് പാർട്ട് ഇട്ട് കട്ട് ചെയ്തെടുക്കത്തില്ലേ, അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാം വെച്ചിട്ട് നല്ല അടിപൊളി ജേർണലിങ് ചെയ്യുക. അപ്പോൾ ജേർണലിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഷോർട്സ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജേർണലിങ് ചെയ്യുക. അപ്പം ഞാനിവിടെ ബ്ലാക്ക് ചൂസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഏതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതേപോലെ പാറ്റേൺസും ഒക്കെ വരച്ചിട്ട് ജേർണൽ സപ്ലൈസ് ഫുൾ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അടിപൊളിയായിട്ട് ജേർണലിങ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജേർണലിങ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.